गोविंद नाम संकीर्तनम गोविंद गो। जय बोल सद्गुरु महाराज की जय। नमो नमः प्रेमिक पादुकाभ्याम। അഞ്ചാമത്തെ സ്കന്ധം പഞ്ചമവാർപ്പിൽ പഞ്ചസാര പായസം പോലെയാണ് അഞ്ചാമത്തെ സ്കന്ധം. ഈ അഞ്ചാമത്തെ സ്കന്ധത്തിൽ മഹാത്മാക്കളായ ജ്ഞാനികളുടെ ചരിത്രമാണ് വർണ്ണിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാന്റെ പരമഭക്തനായ മഹാജ്ഞാനിയായ പ്രിയവ്രതൻ്റെ ചരിത്രം വർണ്ണിക്കുന്നു. പിന്നെ ഋഷഭൻ ഭഗവാന്റെ അവതാരം, അദ്ദേഹത്തിൻ്റെ അച്ഛനായ നാഭി മഹാരാജാവ് കർമ്മയോഗിയുടെ ചരിത്രം, പിന്നെ മഹാജ്ഞാനിയായ ജഡഭരതൻ്റെ ചരിത്രം, അവരുടെ പരമ്പരയിൽ തന്നെ ഗയൻ എന്ന പേരിൽ ഭഗവാൻ പുത്രനായി ജനിച്ച ചരിത്രം. ഒരു പരമ്പരയിൽ ഭഗവാൻ പുത്രനായി ജനിക്കണമെങ്കിൽ വലിയ ഭാഗ്യം തന്നെയാണ്. കുറേ കാലം തപസ് ചെയ്യുമ്പോൾ മാത്രമേ മഹാത്മാക്കൾ ജനിക്കുള്ളൂ. വല്ലഭാചാര്യൻ്റെ മുത്തശ്ശന്മാരുടെ അവർ 1000 സോമയാഗം കഴിഞ്ഞാൽ മഹാത്മാ ജനിക്കും. അങ്ങനെയാണ് അവിടെ പരമ്പരയിൽ കർണ പരമ്പര. അപ്പോൾ അങ്ങനെ പരമ്പരയായിട്ട് അത് പരമ്പരയിൽ ഒരു മഹാത്മാവ് 1000 സോമയാഗം ചെയ്തപ്പോൾ പത്നി ഗർഭവതിയായി. അപ്പോൾ സന്തോഷമായി. 1000 സോമയാഗം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മഹാത്മാവ് ജനിക്കും. അങ്ങനെ അവർ വളരെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് എന്തായി, മുസ്ലിമുകളുടെ പടയെടുപ്പും ഉണ്ടായി. അവർക്ക് കാശിയിലിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്നു. അങ്ങനെ വരുമ്പോൾ സന്ധ്യാസമയമായി. പ്രസവിച്ചപ്പോൾ ആ ഓടി വന്നപ്പോൾ എന്തോ ബുദ്ധിമുട്ടായി. ഉണ്ണി ജനിച്ചു, പക്ഷേ മരിച്ച ഉണ്ണിയായി ജനിച്ചു. അപ്പോൾ അവർക്ക് സങ്കടമായി. എന്താ, നമുക്ക് 1000 സോമയാഗം ചെയ്തിട്ട് ഒരു മഹാത്മാ ജനിക്കുമ്പോൾ മരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് ഉണ്ണിയെ അങ്ങനെ ഉപേക്ഷിച്ച് വരാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു മരത്തിൽ ഇങ്ങനെ കട്ടി വച്ചു. അവർ ഭഗവാനെ തൊഴുതു. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി മാറി ചെന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ വന്നു, എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് നോക്കുമ്പോൾ ഒരു നിംബ മരത്തിലാണ്, വേപ്പിൻ്റെ മരത്തിലാണ് അവർ കട്ടി വച്ചത്. അപ്പോൾ സൂര്യഭഗവാൻ നല്ല വെളിച്ചം കൊണ്ട് ഒരു പാമ്പും പടം എടുത്ത് നിൽക്കുന്നുണ്ട്, ആ വെളിച്ചം തട്ടാതിരിക്കാൻ വേണ്ടി. അവർ വന്ന് നോക്കുമ്പോൾ എന്താ അത്ഭുതം, ഉണ്ണി മരിച്ചു വിചാരിച്ചിരുന്നപ്പോൾ അത് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് മഹാസന്തോഷമായി. പിന്നെ ആ ഉണ്ണിക്കാണ് ശ്രീവല്ലഭൻ എന്ന് പേരിട്ടു. നിംബാർക്കാചാര്യൻ എന്നൊക്കെ പറയാറുണ്ട്. നിംബം അർത്ഥത്തിലും അർക്കനും എന്നിങ്ങനെ ചരിത്രമുണ്ട്. അപ്പോൾ എന്താ, ആ ശ്രീ വല്ലഭാചാര്യനാണ് പിന്നെ നമ്മുടെ ഭാഗവതത്തെ നമുക്ക് വലിയ വ്യാഖ്യാനം ചെയ്ത മഹാത്മാവാണ് തോഷിനി ഇങ്ങനെ വരെയുള്ള ഒരു വലിയ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, നിറച്ചും പുണ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു മഹാത്മാവ് ജനിക്കും. അതേപോലെയാണ് വിവേകാനന്ദൻ്റെ അച്ഛനമ്മമാർ കാശിയിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു ഭഗവാനെ ഒരു മഹാത്മാവിനെ അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിച്ചു. പിന്നെ വിവേകാനന്ദൻ ജനിച്ചു. നരേന്ദ്രൻ എന്ന പേരിട്ടു. പക്ഷേ വിവേകാനന്ദൻ്റെ കുസൃതി കണ്ടപ്പോൾ അച്ഛനമ്മമാർ വിചാരിച്ചു, ഭഗവാനെ ഒരു ഉണ്ണിവീനും പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ ഭൂതത്തെ തന്നെ പറഞ്ഞു വിട്ടുവോ, ഇവൻ്റെ കുസൃതി താങ്ങാൻ വയ്യല്ലോ വിചാരിച്ചു. ഈ മഹാത്മാക്കൾക്ക് ചെറുപ്പത്തിൽ വലിയ കുസൃതിക്കാരായിരിക്കും. പിന്നെ അവരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പിന്നെ മഹാത്മാക്കളായി തീരും. അതേപോലെയാണ് ഈ പ്രിയവ്രതൻ്റെ വംശത്തിൽ ഋഷഭനായിട്ട് ഭഗവാൻ ഒരു അവതാരം ചെയ്തു. പോരാ, പിന്നെ ഗയൻ എന്ന പേരിലും കൂടി അവതാരം ചെയ്തു. നല്ല പരമ്പരയാണ് ഇവരുടെ പരമ്പര. ഈ മനുവിൻ്റെ ജ്യേഷ്ഠപുത്രൻ പ്രിയവ്രതൻ്റെ പേര് തന്നെ നല്ല പേര്, പ്രിയവ്രതൻ. എല്ലാവരോടും പ്രിയമായി സംസാരിക്കുന്ന വ്രതം. നമ്മളൊക്കെ ഏകാദശി വ്രതം, ശിവരാത്രി വ്രതം, ഷഷ്ഠി വ്രതമൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അന്ന് എല്ലാവരെയും ചീത്ത പറഞ്ഞ് നടക്കും. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലേ? എന്താ കാരണം? വ്രതം നഷ്ടമാവും. കാമകോപം കൊണ്ട് ശപിക്കുമ്പോൾ എന്താവും?
അടുത്തവർ ശപിക്കുന്നു പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ അത് നഷ്ടമാണ് വ്രതം. അപ്പോൾ നമ്മൾ ഏകാദശി വ്രതം, ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഇനി ശുണ്ഠി എടുക്കാൻ പാടില്ലേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വിശന്ന് ഇരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ആ പ്രിയവ്രതമാണ്. ആ പ്രിയവ്രതൻ സന്യസിക്കാൻ തീരുമാനിച്ചു. നാരദൻ്റെ അടുത്ത് ചെന്നു. നാരദൻ സന്യാസ ദീക്ഷ കൊടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് പ്രിയവ്രതൻ്റെ അച്ഛൻ മനു ബ്രഹ്മാവോട് പറഞ്ഞു, എൻ്റെ മകൻ സന്യസിക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കുടുംബത്തിലൊരു മഹാത്മാ സന്യാസിയായാൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും സദ്ഗതി കിട്ടില്ലേ. അപ്പോൾ മനു പറഞ്ഞു, എനിക്ക് പ്രായമായി, ഞാനല്ലേ സന്യാസം സ്വീകരിക്കേണ്ടത്, എൻ്റെ മകൻ ആദ്യം തുടങ്ങിയില്ലേ, ഞാൻ പോകണ്ടേ. അത് ശരിയാണ് വിചാരിച്ചു തോന്നി ബ്രഹ്മാവിന്. നേരിട്ട് പുറപ്പെട്ടു വന്നു. സാധാരണ ബ്രഹ്മ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നേരിട്ട് വരാറില്ല. ഈ പ്രിയവ്രതനെ ഉപദേശിക്കാൻ വേണ്ടി ബ്രഹ്മാവ് തന്നെ നേരിട്ട് പുറപ്പെട്ടപ്പോൾ അവരുടെ താഴെ ഇരിക്കുന്ന ഈ ദിക്പാലകന്മാർ എല്ലാവരും പുറപ്പെട്ടു വന്നു. സതത്ര തത്ര ഗഗനതലേ ഉടുപതിരിവ വിമാനാവളിഭിരണുപതം അമരപരിവൃഢീരഭിപൂജ്യമാണ പതിപതിച്ച വരോതസിദ്ധ ഗന്ധർവ സാധ്യചാരണ മുണിഗണീരുപഗീയമാണോ ഗന്ധമാദനദ്രോണീമവഭാസൈന്നുപസർപ്പ. വലിയ മോഡിജി വരുമ്പോൾ പിന്നെ അടുത്തുള്ള ആൾക്കാർക്ക് വാഹനങ്ങളൊപ്പം വരുന്നത് പോലെയാണ് ഇവിടെ ബ്രഹ്മാവ് പുറപ്പെട്ടപ്പോൾ എല്ലാ ദിക്പാലകന്മാരും സിദ്ധ ഗന്ധർവന്മാരൊക്കെ സ്വന്തം വിമാനത്തോടൊപ്പം ബ്രഹ്മാവിൻ്റെ ഒപ്പം വന്നു. സാധാരണ ബ്രഹ്മാവ് പറയുന്ന സമയത്ത് ഭാഗവതത്തിൽ ബ്രഹ്മോവാച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഉപദേശിക്കുന്നത് ബ്രഹ്മാവാണ്. ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ശ്രീ ഭഗവാൻ ഉവാച്ച് എന്നാണ് എഴുതിയിരിക്കുന്നു. 5-ാമത്തെ സ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ. എന്താ കാരണം? ബ്രഹ്മാവ് ഉപദേശിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ ഉപദേശിക്കുന്നില്ലേ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് നിന്നെ ഉപദേശിക്കുന്നു. നിബോധതാതേതമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തതയേഷ മഹർഷി വഹാമ സർവേ വിവസായസ്യദിഷ്ടം. ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ സത്യം പറഞ്ഞിട്ട് നിബോധതാത ഇതം ഋതം ബ്രവീമി. ഋതം പറഞ്ഞാൽ എന്തർത്ഥം? മനസ്സിൽ എന്ത് വിചാരിക്കുന്നുവോ അതാണ് ഋതം. ചിലർ പുറത്ത് എന്തെങ്കിലും പറയും, ഉള്ളിൽ വേറെ വിചാരിക്കും. മനസ്സിൽ ഉള്ളത് പറഞ്ഞാലാണ് ഋതം. ഋതം ബ്രവീമി. എന്നോട് അസൂയ തോന്നരുതേ. മാസൂയിതും ദേവമർഹസ്യ പ്രമേയം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് നിന്നെ ഉപദേശിക്കുന്നു. ഒരാളും സ്വതന്ത്രന്മാരില്ലേ. വയം ഞാനാവട്ടെ, ഭവഹ ബ്രഹ്മാവിൻ്റെ ഒപ്പം മഹാദേവനും വന്നിരുന്നു, ഈ ശിവനും, തേ തതഹ നിൻ്റെ അച്ഛനായ മണുവും, നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ഈ മണുവാവട്ടെ, നിനക്ക് സന്യാസം കൊടുക്കാൻ വേണ്ടി വന്ന യേശ മഹർഷിഹി ഈ നാരദനായിക്കോട്ടെ, ഒരാളും സ്വതന്ത്രന്മാരില്ല. വഹാമ സർവേ വിവസായസ്യദിഷ്ടം. എല്ലാവരും വിവശന്മാരാണ്. കാരണം ഭഗവാന്റെ ഇച്ഛപ്രകാരമേ നടക്കുള്ളൂ. ആ ഭഗവാന്റെ സങ്കല്പം നമ്മുടെ തപസ് കൊണ്ട് മാറ്റാൻ വയ്യ. നതസ്യ കശ്ചിത് തപസാ വിദ്യയാവ ന യോഗവീര്യേന മനീഷയാവ നൈവാർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും തനുഭൃത് വിഭൂയാത്. തപസ് കൊണ്ടോ വിദ്യ കൊണ്ടോ യോഗബലം കൊണ്ടോ മനീഷയാവ ബുദ്ധി കൊണ്ട് നമുക്ക് പറ്റിക്കാൻ പറ്റുന്നില്ല. ഒരു കഥ പറയാനുണ്ട്. ഒരു നല്ല ശില്പി ജോസിനോട് ചോദിച്ചു, എൻ്റെ ആയുസ്സിൻ്റെ അവധി എപ്പോഴാണ്? ഒരു ആഴ്ച കഴിഞ്ഞ് വൈകുന്നേരം എൻ്റെ ആയുസ് കഴിയും. സാധാരണ അങ്ങനെ പറയാറില്ല. ചിന്ത്യം ഇങ്ങനെ പറയുള്ളൂ. ശേഷം ചിന്ത്യം ഇങ്ങനെ പറയുള്ളൂ. എന്താ ശേഷം ചിന്ത്യം എന്താ പറയാൻ കാരണം? ശേഷം അന്ത്യമാണ്, അത് പറയാൻ പാടില്ല, ചിന്ത്യം എന്ന് പറഞ്ഞ് നിർത്തും. അങ്ങനെ ജോസിനോട് ചോദിച്ച്, അപ്പോൾ ആ ഓരോ ആഴ്ചയിലും ചെല്ലു തന്നെപ്പോലെ തന്നെ 2 ബിംബം, ജീവനുള്ളതുപോലെ 2 ബിംബം ഉണ്ടാക്കി അത് കിടത്തി അതിൻ്റെ ഒപ്പം സ്വയം കിടക്കുന്നു. യമദൂതന്മാർ പാശക്കൈരായി വന്ന് നോക്കുമ്പോൾ ഒരേപോലെ 3 ആൾ. അവർക്ക് സംശയമായി. 1 ഒറിജിനൽ, 2 ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലായി. അറിയാതെ പാശക്കൈര് ഈ ശില്പി ചെയ്ത വിഗ്രഹത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇയാൾ രക്ഷപ്പെടും. അവർ ആലോചിച്ചു, എങ്ങനെയെങ്കിലും ഇയാളെ പിടിക്കണം. അപ്പോൾ അവർ പറഞ്ഞു,
ഒരേപോലെ 3 ശില്പം ചെയ്തിട്ടുണ്ടല്ലോ, മഹാബുദ്ധിമാനാണ്. ഈ ആളെ കണ്ടാൽ ഞങ്ങളുടെ രാജാവ് ഒരു 1000 പൊற்കാസുകൾ തരും, സുവർണക്കിഴി തരും പറഞ്ഞപ്പോൾ ഞാനാണ് ചെയ്തു എഴുന്നേറ്റ് വറു പറഞ്ഞു കയഭാസ കയറി ഇട്ട് കൊണ്ടുപോയി. അതാണ് മനീഷയാവ, ബുദ്ധി കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വ്യാസനുക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, ദാസൻ എന്നാണ് പേര്. വ്യാസൻ തൻ്റെ ശിഷ്യൻ്റെ ജാതകം നോക്കിയപ്പോൾ അവൻ്റെ വയസ്സ് 16 അത്ര മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യാസനുക്ക് തോന്നി ഈ ശിഷ്യൻ്റെ ആയുസ് ഒന്ന് നീട്ടിയാൽ കൊള്ളാം. ഉടനെ വ്യാസൻ യമൻ്റെ അടുത്ത് ചെന്നു, എൻ്റെ ശിഷ്യനാണ്, എൻ്റെ ആയുസ് ഒന്ന് നീട്ടി തരണം. യമൻ പറഞ്ഞു, എൻ്റെ മുകളിൽ കാളൻ ഒരാളുണ്ട്, മൃത്യു എന്നൊരാളും. കാലോ മൃത്യുസ്തഥാ യമഹ. മൃത്യുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. മൃത്യു പറഞ്ഞു, എന്നെ കൊണ്ടും അത് മാറ്റാൻ വയ്യ, എൻ്റെ മുകളിൽ കാളൻ ഒരാളുണ്ട്, അവനോട് ചോദിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഉടനെ ഈ മൃത്യു യമൻ കാളൻ്റെ അടുത്ത് ചെന്നു, ഒന്ന് എൻ്റെ ഈ വ്യാസൻ്റെ ശിഷ്യൻ്റെ ആയുസ് നീട്ടാൻ പറ്റുമോ? കാളൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു മുറി ഉണ്ട്, എല്ലാവരുടെ ജാതകം അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓലയായിട്ട്. അവർക്ക് എന്താണ് ഉദ്യോഗം, എന്താണ് ശമ്പളം, എങ്ങനെയാണ് മരണം, ഇതൊക്കെ അതിൽ എഴുതി വച്ചിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കി വായിച്ചാൽ ആയുസ് നീട്ടാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഓല പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അവിടെ ഒരു കമ്പ്യൂട്ടർ മുറിയുണ്ട്, അതിൽ ഓരോരാൾക്ക് ഓരോരോ ഫയൽ തയ്യാർ വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ അതിനോ കണ്ടുപിടിക്കാം. ഉടനെ എല്ലാവരും അവിടെ ചെന്നു, ഈ ദാസൻ്റെ ഓല എടുത്തു. അതുപോലെയാണ് നാഡി ജോഷി എന്ന് തമിഴ്നാട്ടിൽ വൈദ്യസ്ഥകൾ, അങ്ങനെ ഓരോരാൾക്കും ഒരു ഓല ഉണ്ടാവും. അത് നോക്കി അവൻ്റെ പൂർവ്വജന്മം, അടുത്ത ജന്മം എല്ലാം കൃത്യമായിട്ട് പറയും. ഒരാൾ കപ്പലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ പൂർവ്വജന്മം എന്താണെന്ന് ചോദിച്ചപ്പോൾ, പണ്ട് നീ കപ്പലിൽ ഒരു പക്ഷി പറന്ന് ചെല്ലുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ കപ്പലിൽ ചെന്നാൽ കൊള്ളാമെന്ന് പൂർവ്വജന്മത്തിൽ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്തായി, അടുത്ത ജന്മത്തിൽ കപ്പൽ ക്യാപ്റ്റനായി മിക്കവാറും സമുദ്രത്തിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കരയിൽ എത്തി. അങ്ങനെ ഓരോരോ ആഗ്രഹം കൊണ്ടാണ് ഓരോരോ ജന്മം എടുക്കുന്നു. അപ്പോൾ ഈ ദാസൻ്റെ ഓല എടുത്ത് നോക്കി അവിടെ എന്താ എഴുതിയിരിക്കുന്നു, യഥാ ദാസശ്ച വ്യാസശ്ച കാലോ മൃത്യുസ്തഥാ യമഃ ഭവിതവ്യഗൃഹം യാന്തി തദാ ദാസോ മരിഷ്യതി. എപ്പോഴാണ് ഈ മുറിയിൽ ദാസൻ, വ്യാസൻ, കാലൻ, മൃത്യു, യമൻ എല്ലാവരും ഒന്നിച്ച് ചേരുവോ അപ്പോൾ ഈ ദാസൻ മരിക്കും. ഇത് വായിച്ചപ്പോൾ തന്നെ വീണ് മരിച്ചു. ഈ ആളുടെ ആയുസ് നീട്ടാൻ വേണ്ടിയാണ് വ്യാസൻ പുറപ്പെട്ടത്. കഥയിലെന്താ, ഇയാളുടെ ആയുസ് അവസാനിക്കുന്ന സമയമായി. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും, ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, നതസ്യ കശ്ചിത് തപസ വിദ്യയാവ ന യോഗവീര്യേന മനീഷയാവ. വേണമെങ്കിൽ വ്യാസൻ ഒരു ആശീർവാദം ചെയ്താൽ മതിയായിരുന്നു, ദീർഘായുഷ്മാൻ ഭവന്. മാർക്കണ്ഡേയൻ അങ്ങനെ നീട്ടി കൊടുത്തല്ലേ. അപ്പോൾ മാർക്കണ്ഡേയനക്ക് നീട്ടി കൊടുത്തപ്പോൾ യമൻ തന്നെ ചോദിച്ചു, നിങ്ങളല്ലേ 16 എന്ന് എഴുതിയത്, എങ്ങനെ നീട്ടി കൊടുത്തു? അപ്പോൾ ഭഗവാൻ അതിന് ഉത്തരം പറഞ്ഞു, ഈ മാർക്കണ്ഡേയൻ ഗുരുഭക്തനായിരുന്നു, ഗുരുനാഥൻ ദീർഘായുഷ്മാൻ ഭവ സൗമ്യാണ് ആശീർവാദം ചെയ്തു കഴിഞ്ഞു, ഗുരുനാഥൻ്റെ വാക്യം സത്യമാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഭഗവാൻ പറഞ്ഞു. 16 എന്നും അങ്ങനെ കൂടി കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ടി കെ മഹാദേവൻ, തൃപ്രങ്കോട് എന്ന് ഇവിടെ സ്ഥലമുണ്ട്, ക്ഷേത്രം. അവിടുത്തെ മഹാദേവനാണ് ആയുസ് നീട്ടി എന്നാണ് കേരളത്തിൽ പറയുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ തിരുക്കടയൂർ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചാണ് മാർക്കണ്ഡേയനെ രക്ഷിച്ചു പറയാറുണ്ട്. എന്താണ് 2 ക്ഷേത്രം, അത് തിരുക്കടയൂർ, തൃപ്രങ്കോട്, അതുകൊണ്ട് ഇത് കെ രണ്ടും പറയാം. എന്തായാലും മഹാദേവൻ ആയുസ് നീട്ടിക്കൊടുത്തു. അത് ചില സ്പെഷ്യൽ കേസാണ്, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ശാന്തിപിനിയുടെ മഹണ ഭഗവാൻ ജീവിപ്പിച്ചു. അപ്പോൾ യമധർമ്മരാജാവ് തന്നെ പറയുന്നു, ഗുരുപുത്രമിഹാണീതം നിജകർമ്മ നിബന്ധനം. അവൻ്റെ കർമ്മം അങ്ങനെയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ പറയുന്നു, മത്സാസനപുര, ഞാൻ പറയുന്നു കൊണ്ടുതരൂ. അപ്പോൾ ചില സാധാരണ രീതിയിൽ പ്രാരബ്ധം മാറ്റാൻ വയ്യ, അവർക്ക് എന്താ തലയെഴുത്തോ അത് അനുഭവിച്ച് തീർക്കണം.
ചില പ്രാരബ്ധം മാറ്റാൻ വേണ്ടിയാണ് ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതിനെ പ്രാരബ്ധം മാറ്റാൻ വയ്യ പറഞ്ഞാൽ പിന്നെ ഇതിനെ പരിഹാര കർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓരോരോ ക്ഷേത്രത്തിൽ ഓരോ പ്രത്യേക പരിഹാരമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വയറ് വേദന ഉള്ളവർ ഭരതക്ഷേത്രമുണ്ടല്ലോ, കൂടൽ മാണിക്യം, അവിടെ വഴുതണങ്ങ നേദിക്കും. അത് നേദിച്ച് പ്രസാദം തരും. അത് കഴിച്ചാൽ വയറുവേദനയൊക്കെ മാറും. അങ്ങനെ ഓരോരോ അസുഖത്തിന് കേരളത്തിലും ക്ഷേത്രമുണ്ട്, തമിഴ്നാട്ടിലും ക്ഷേത്രമുണ്ട്. അവിടെ പോയി ആ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ അത് മാറും എന്നാണ് വിശ്വാസം, അനുഭവം ഉണ്ട്. അപ്പോൾ അപ്പോൾ ഒരു പ്രാരബ്ധം മാറ്റാൻ വയ്യ പറഞ്ഞാൽ ചില പ്രാരബ്ധം അത് നോക്കണം. ദുർബല പ്രാരബ്ധമാണോ സബല പ്രാരബ്ധമാണോ അത് നോക്കണം. ദുർബലമായ ബലം കുറഞ്ഞ പ്രാരബ്ധമാണെങ്കിൽ അത് നമ്മൾ മന്ത്രജപവും പിന്നെ പരിഹാര കർമ്മങ്ങളൊക്കെ അത് മാറ്റാം. കൂടുതൽ ബലമുള്ള പ്രാരബ്ധമാണെങ്കിൽ അത് അനുഭവിച്ചേ തീർക്കണം. അതുകൊണ്ടല്ലേ രാമകൃഷ്ണ പരമഹംസൻ, രമണ മഹർഷി, വലിയ വലിയ മഹാത്മാക്കളൊക്കെ ക്യാൻസർ ബാധിച്ചു പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യാൻസർ എന്ന് പറയുന്നത് വലിയ മഹാരോഗമല്ലേ, മഹാഭാവികൾക്ക് ഉണ്ടാകേണ്ടതാണ് ആ രോഗങ്ങളൊക്കെ. അപ്പോൾ ആ രോഗമൊക്കെ ഈ മഹാത്മാക്കൾക്ക് വന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ പൂർവ്വജന്മത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രാരബ്ധം ഉണ്ടായിട്ടുണ്ടാവാം. അവർക്ക് പ്രാരബ്ധം ഇല്ലെങ്കിലും ചില മഹാത്മാക്കൾ എന്ത് ചെയ്യും? തൻ്റെ ഭക്തന്മാരുടെ പ്രാരബ്ധം ഇവർ ഏറ്റെടുക്കും. അവൻ്റെ രോഗം മാറണ്ടേ, എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ ക്യാൻസർ മാറ്റിത്തരണേ. എൻ്റെ ഗുരുനാഥനോട് 2-3 ആൾക്കാർ വന്ന് പറഞ്ഞു, മാറ്റിത്തരാൻ പറഞ്ഞു ഗുരുനാഥൻ. അവർക്ക് രോഗം മാറി, ഗുരുനാഥനെ ബാധിച്ചു. എങ്ങനെ? ഭട്ടത്രിയുടെ വാതരോഗം, തൻ്റെ ഗുരുനാഥൻ്റെ വാതരോഗം ഭട്ടത്രി ഏറ്റെടുത്ത് പോകും. ഭട്ടത്രിക്ക് വാതരോഗമൊന്നും ഉണ്ടായിട്ടില്ലേ, ഗുരുനാഥൻ്റെ പ്രാരബ്ധം ഇദ്ദേഹം സ്വീകരിച്ചു. അതുപോലെ ചില ഗുരുനാഥന്മാർ ശിഷ്യന്മാരുടെ പ്രാരബ്ധം സ്വീകരിക്കും. ശിഷ്യപാപം ഗുരു വ്രജേത്. അപ്പോൾ ചില പ്രാരബ്ധങ്ങൾ ബലമുള്ള പ്രാരബ്ധമാവും, അത് അനുഭവിച്ച് തീർക്കണം. കാഞ്ചി മഹാത്മാ ചന്ദ്രശേഖര സ്വാമികൾ പണ്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മകൻ നല്ല ബുദ്ധിശാലിയായിരുന്നു, പെട്ടെന്ന് ഭ്രാന്തനായിപ്പോയി, ഈ ഉണ്ണിയെ ഒന്ന് നേരാക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, പാറയെ കഴിച്ചിട്ട് പിന്നെ ചുക്കുവെള്ളം കുടിച്ചാൽ ജീർണമാവുമോ? സാധാരണ ചുക്കുവെള്ളം കഴിച്ചാൽ ജീർണമാവും എന്ന് പറയാറുണ്ട്. അതിനുള്ള കൂടുതൽ എന്തെങ്കിലും കഴിച്ചു പോയാൽ, ഭക്ഷണം കഴിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ചുക്കുവെള്ളം കഴിച്ചാൽ ജീർണമാവും. ഒരു പാറയെ കഴിച്ചിട്ട് ചുക്കുവെള്ളം കുടിച്ചാൽ ജീർണമാവും ചോദിച്ചാൽ അത് പറ്റില്ലേ? അപ്പോൾ അങ്ങനെ അധികം അതേ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞു? പാറയെ കഴിച്ചിട്ട് പിന്നെ ചുക്കുവെള്ളം കുടിച്ചാൽ ജീർണമാവുമോ? അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ മനസ്സിലായി ഇത് പ്രാരബ്ധം ഇങ്ങനെ തന്നെ ആവണം. ചില ദുർബലമായ പ്രാരബ്ധം നമുക്ക് മാറ്റാം പരിഹാരം കർമ്മം കൊണ്ട്. സബലമാണ്, ബലം കൂടുതലുള്ള പ്രാരബ്ധം അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ടാണ് ഗീതയിൽ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേർജുന, ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും നശിക്കും. അങ്ങനെയാണ് അവിടെ ഭഗവാൻ പറയുന്നു. പക്ഷേ അവിടെ വ്യാഖ്യാനം ചെയ്ത് ആദിശങ്കരാചാര്യനും മധ്വാചാര്യനും രാമാനുജാചാര്യനും എന്താ വ്യാഖ്യാനിച്ചു? വിനാ പ്രാരബ്ധം, പ്രാരബ്ധം ഒഴികെ ബാക്കി കർമ്മങ്ങൾ നശിക്കും. കാരണം നമ്മുടെ കർമ്മങ്ങൾ 3 വിധത്തിലാണ്: സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം. സഞ്ചിതം പറഞ്ഞാൽ ആവനാഴിയിൽ ഇരിക്കുന്ന ബാണം പോലെയാണ്. അതിൽ നിന്നും പ്രയോഗിക്കാൻ ഞാൻ കയ്യിൽ എടുത്തു വെച്ച ബാണം പോലെയാണ് ആഗാമി, വരാൻ പോകുന്ന പാപം കർമ്മങ്ങൾ. പിന്നെ തൊടുത്ത് വിട്ട ബാണം എങ്ങനെ നിർത്താൻ പറ്റുന്നില്ലയോ അതുപോലെയാണ് പ്രാരബ്ധം. അപ്പോൾ പ്രാരബ്ധം, സബലമായ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞു പ്രിയവതനോട്, നിനക്ക് പ്രാരബ്ധമുണ്ട്. എന്താ പ്രാരബ്ധം? സുഖപ്രാരബ്ധം. നമ്മൾ പറയും ദുഃഖം വരുമ്പോൾ എൻ്റെ പ്രാരബ്ധം എന്ന് പറയും. ദുഃഖം മാത്രം പ്രാരബ്ധമില്ലേ, സുഖവും പ്രാരബ്ധം തന്നെയാണ്. ഒരു കഥ കൂടി പറഞ്ഞു നിർത്താം. സമർത്ഥരാമദാസരുടെ ശിഷ്യൻ രംഗനാഥ ഗോസ്വാമിനി അദ്ദേഹം ഉണ്ടായിരുന്നു. സമർത്ഥരാമദാസരുടെ ശിഷ്യന്മാരൊക്കെ അവർക്ക് നിയമങ്ങൾ കൂടുതലാണ്. ഒരു കൗപീനം മാത്രമേ ദഹിക്കാവൂ, ഭിക്ഷ എടുത്തേ കഴിക്കാവൂ. പക്ഷേ ഈ രംഗനാഥ ഗോസ്വാമി എവിടെ ചെന്നാലും നല്ല ഭക്ഷണവും നല്ല AC മുറിയും സുഖമായിട്ട് ജീവിക്കും. അപ്പോൾ ബാക്കി ശിഷ്യന്മാർക്കെ പറഞ്ഞു, ഇവൻ നമ്മളെപ്പോലെ ഇല്ലല്ലോ. അപ്പോൾ സമർത്ഥരാമദാസ് പറഞ്ഞു, അത് ഇദ്ദേഹത്തിൻ്റെ സുഖപ്രാരബ്ധമാണ്, അത് അനുഭവിച്ച് തീർക്കട്ടെ. എന്നാൽ ബാക്കി ശിഷ്യന്മാർക്ക് ഒരു സങ്കടമുണ്ടായി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ചെയ്തു. ഒരു ദിവസം നല്ല ഉച്ച വെയിൽ 12 മണിക്ക് ഒരു പാറയുടെ മുകളിൽ ഇരുത്തി, ഇവിടെ തന്നെ നിന്നോളൂ,
നീ ഭിക്ഷയ്ക്ക് പോകേണ്ട, ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. ആ വെയിലിൽ അങ്ങനെ അദ്ദേഹം ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയം. അവർ സമർത്ഥരാമദാസർ പരമ്പരയിൽ ഇതാണ് നാമജപം, ത്രയോദശാക്ഷരി മന്ത്രം. അദ്ദേഹം അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു ഉച്ച വെയിലിൽ. അപ്പോൾ നായാട്ടത്തിന് വന്നു അവിടെ ശിവാജി മഹാരാജ, ഛത്രപതി ശിവാജി മഹാരാജാവ്. അദ്ദേഹം നോക്കി നമ്മുടെ ഗുരുനാഥൻ്റെ ശിഷ്യൻ വെയിലെടുത്തിരിക്കുന്നുണ്ടല്ലോ. ഉടനെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞു. ടെൻ്റ് ഇട്ടു, പിന്നെ ഫാൻ ഇട്ടു, എയർ കൂളർ വെച്ചു, പിന്നെ 2 ശിഷ്യന്മാരെ വിളിച്ച് ചാമരം വീശി, പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കിക്കൊണ്ടിരുന്നു. ഇവർ ഭിക്ഷ കഴിഞ്ഞ് ഇവിടെ കൊടുക്കാൻ വരുമ്പോൾ ഈ നല്ല ടെൻറ്റും നല്ല AC നല്ല കാറ്റും ശിഷ്യന്മാർക്ക് അവിടെ ഇറക്കി കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തു ഗുരുനാഥൻ. ഇവനക്ക് സുഖപ്രാരബ്ധം ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ നമുക്ക് ആവണം വിചാരിക്കേണ്ട. അങ്ങനെ എല്ലാ സുഖവും ദുഃഖവും ഏത് പ്രാരബ്ധമായിക്കോട്ടെ അനുഭവിച്ച് തീർക്കണം. അപ്പോൾ നിനക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു പ്രാരബ്ധമുണ്ട്, വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയവ്രതൻ വിവാഹം കഴിച്ചു. വിവാഹം വേണ്ട വിചാരിച്ചവർ മിനിമം 2 വിവാഹം കഴിക്കുന്നു. ഇവിടെ 2 വിവാഹം കഴിച്ചു. കുട്ടികളൊക്കെ ഉണ്ടായി. കുട്ടികൾ ഉണ്ടായ ശേഷം വീണ്ടും അദ്ദേഹം കുട്ടികളുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് നാരദനെ ആശ്രയിച്ചു. പുനരേവ അനുശസാര, നാരദനെ ആശ്രയിച്ച് ഭഗവാനെ പ്രാപിച്ചു എന്നാണ് പ്രിയവ്രതൻ്റെ ചരിത്രം.